ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1.5 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് പാത്രത്തിലാണോ അത് കറക്റ്റ് ആ ഒരു പാത്രത്തിൻ്റെ അളവിന് 1.5 കപ്പ്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, ഉപ്പൊക്കെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂണോളമുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണയ്ക്ക് ഇത് സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം. ഈ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ കണക്കിന് ഒന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് ഒന്നും കൂടെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നതെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു മിനിറ്റ് പോലെ കൂടെ എക്സ്ട്രാ സമയം എടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കൈയൊക്കെ ഒന്ന് തൊട്ട് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത് കണ്ടോ. അത്രയും അത് നമ്മൾ ആ സമയം എടുത്ത് കുഴച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു മുട്ടയുടെ ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതുവരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഡ്രൈ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു നനഞ്ഞ തുണി മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു മസാല. അപ്പോൾ അതിനായിട്ട് മസാല ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ചേർക്കുന്നത് പച്ചമുളക് ഒരു 2 എണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം ഉള്ള രീതിയിൽ, അതായത് ഒരു 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 സവോളയാണ് എടുത്തിരുന്നത്. ഒരു മീഡിയം സൈസായിട്ടുള്ള 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോള വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സവോളയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്, നിറക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ അത്രയും സ്പൈസി ആക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ടിട്ട് വേണം മസാലപ്പൊടികൾ ഇട്ട് ഇളക്കാനായിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുകയാളിയൊരു സ്മെല്ലൊക്കെ വരും, കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാനിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് അരിയാൻ കാരണം ഞാൻ വളരെ കുറച്ച് മസാല ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ഇതുപോലെ കുനുകുനാന്നൊക്കെ അരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്നായി കിട്ടും, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മസാലയൊക്കെ ഈ ഒരു തക്കാളി മസാലയിലൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റോളം മൂടി വെച്ചിട്ടോ ഒന്ന് ആ ഒരു തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ വേണം എന്നുള്ളവർക്ക് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നു, 4-5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ കുഞ്ഞു പീസുകളാക്കിയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുറിക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് പകുതിയായിട്ട് തന്നെ മുറിക്കാം. ഞാൻ പിന്നെ ഇത് ഒരു ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പകുതി മുട്ട എടുത്തു കഴിഞ്ഞാൽ അത് വലിയ സൈസിൽ വരും നമ്മളുണ്ടാക്കുന്ന ഒരു സ്നാക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുഞ്ഞ് പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു മുട്ടയിലൊക്കെ മസാല പിടിക്കത്തക്ക രീതിയിൽ വളരെ പതുക്കെ, ഒട്ടും ഇളക്കം സംഭവിക്കാതെ, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചപ്പാത്തി പരത്താനുള്ള കാര്യങ്ങൾ നോക്കാം. ചപ്പാത്തി ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലാണ് കാണിക്കുന്നത്. അത് ഇങ്ങനെ ഷേപ്പ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊക്കെ സ്റ്റൈലിലൊക്കെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നു ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കൊരു ചപ്പാത്തി പരത്തുന്നത് കണക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഓവൽ ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ നോക്കണം. അപ്പോൾ ഇതാ ഞാനൊരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഷീറ്റ് പോലെ എല്ലാ സൈസും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കിൾ എന്നൊക്കെ അല്ലെങ്കിൽ ഒരു വളരെ നീളത്തിലുള്ള ഒരുപോലെ സൈസ് എന്താ പറയുക, അതിൻ്റെ ഒരു ലെങ്ത് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഷേപ്പ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുട്ടയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട വെക്കണോ 2 മുട്ട വെക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എടുക്കുന്ന ആ ഒരു പരത്തി മുറിച്ചെടുക്കുന്ന ആ ഷീറ്റിൻ്റെ ഒരു സൈസിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ പോലെയോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പോലെയൊക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസായിട്ടുള്ള മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ മസാല വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും ആ 4 സൈഡിലും ഇതുപോലെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം വളരെ പതുക്കെ നമുക്കിതൊന്ന് മടക്കി വയ്ക്കാം. അപ്പോൾ ഇതാ മടക്കി വെച്ചതിന് ശേഷം ആ ബാക്കി വരുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അവിടെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വരയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ സൈഡുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒന്നും ചെയ്യണ്ട, നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ വിരലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി ഹാർഡായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഒത്തിരി നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ചപ്പാത്തി പലകയിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതാ ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു വരകൾ ഇടാൻ പറ്റുന്നോ അത്രയും വരകൾ ഇടുക. ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി തിരിച്ച് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും വളരെ പതുക്കെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മുറിച്ച ഭാഗം ചിലപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഷേപ്പ് ഇപ്പം എന്താ പറയുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നുന്ന ഒരു ഷേപ്പ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ നടുവേ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്നാലും മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഒരു മാല പോലെയൊക്കെ ഇങ്ങനെ ഒരു ജനല പോലെയൊക്കെ തോന്നുന്ന ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാൻ നോക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുമ്പം മസാല ചിലപ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് എല്ലാ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നല്ല ഒരു കാണാൻ ഭംഗിക്കുള്ള ഒരു പഫ്സ് റെഡിയാണിത്. ഇത് മുട്ട പഫ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ മുട്ട പഫ്സിന് ഷീറ്റ് ഇങ്ങനെയല്ല മൈദ കൊണ്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഞാനിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ ഈ ഒരു കാര്യം കാണിക്കാം. അതുപോലെ നമുക്കിത് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നമുക്കിതുപോലെ ഒന്ന് മടക്കി വെക്കാനും പറ്റും. അപ്പം ഞാൻ അതിൻ്റെ 2 സൈഡിലും ഒന്ന് ചെറുതായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫോർക്കൊക്കെ വെച്ച് ഇച്ചിരി കൂടെ കാണാൻ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഫോർക്കിൻ്റെ ആ ഒരു വരകളുണ്ടല്ലോ അത് അതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പെട്ടെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം പിന്നെ അത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് വറുത്ത് പൊരിക്കാനായിട്ട്. അപ്പോൾ എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ നല്ല ഭംഗിയായിട്ട് വരും, ഉള്ളു വേവത്തില്ല. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്.
അല്ലെങ്കിൽ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോരി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിൻ്റെ കറക്റ്റായിട്ട് എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ വറുത്തൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ നിറമൊക്കെ മാറി, ഉള്ളൊക്കെ ആണെങ്കിലും നന്നായി വെന്തിട്ടുമുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ സ്നാക്ക് ഇവിടെ റെഡിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പഫ്സൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. നമുക്ക് ആ ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസസ്സാണ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നോക്കിക്കേ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ പഫ്സ് ഇവിടെ റെഡിയാണ്. ഒരു നമുക്ക് ചൂട് ചായക്കൊപ്പം അല്ലെങ്കിൽ ഒരു കട്ടൻ ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.